ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സേഫായും സുഖമായി ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഞാനിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് തട്ടിയും മുട്ടിയിട്ടൊക്കെ അങ്ങനെ പോകുന്നുണ്ട്. എങ്ങനെ എല്ലാവരും ന്യൂ ഇയർ റെസൊല്യൂഷനൊക്കെ എടുത്തിട്ടുണ്ടോ? അത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഞാനും എടുക്കലുണ്ട് കേട്ടോ എല്ലാ കൊല്ലവും ന്യൂ ഇയർ റെസൊല്യൂഷനൊക്കെ. പക്ഷേ അത് ഫോളോ ചെയ്യാനൊന്നും പറ്റില്ല. ഇപ്രാവശ്യം എടുത്തിട്ടുണ്ട് ന്യൂ ഇയർ റെസൊല്യൂഷൻ. എന്താണെന്നറിയണ്ടേ, രാത്രിയുള്ള ഫുഡ് അടി കുറച്ചൊന്ന് കുറയ്ക്കാന്നുള്ളത്, കുറച്ചൊരു ഡയറ്റ് പ്ലാനൊക്കെ അങ്ങ് ഫോളോ ചെയ്യാമെന്ന്. നടക്കുമോയെന്നറിയില്ല, എത്ര ദിവസം നടക്കുമെന്ന് കണ്ട് തന്നെ അറിയണം. ഇന്നിപ്പം ഞാൻ രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് സൂപ്പാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതൊരു അടിപൊളി റെസിപ്പി ആട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്ക് ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മഷ്റൂം സൂപ്പാണേ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഞാൻ 2 പേർക്കുള്ളത് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. മോൾക്ക് മഷ്റൂം സൂപ്പൊന്നും വലിയ പിടുത്തമില്ല. ഈ ഒരു മഷ്റൂം സൂപ്പ് ക്രീമി മഷ്റൂം സൂപ്പാണേ. നമുക്ക് മാർക്കറ്റിൽ ഇതുപോലൊരു പാക്കറ്റിലാണല്ലോ മഷ്റൂം കിട്ടുക. അതിൻ്റെ ഫുള്ളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഒരു പകുതി എടുത്താൽ മതി 2 പേർക്ക് കഴിക്കാനാണെങ്കിൽ. അതെല്ലാം 3-4 പേരൊക്കെ ഉണ്ടെങ്കിൽ ഫുള്ളായിട്ട് എടുത്തോട്ടോ. എന്നെ പോലെയുള്ള ഒരുവിധ ആൾക്കാരൊക്കെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കുന്നത് വണ്ണം കുറയ്ക്കും, ജിമ്മിൽ പോവും എന്നൊക്കെ തന്നെയാണല്ലേ. ഞാനും ഇപ്രാവശ്യം ആ ഒരു റെസൊല്യൂഷനിൽ തന്നെയാണ്. ഞാൻ എടുക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്രാവശ്യം വെക്കേഷനിൽ നാട്ടിൽ പോയപ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞു നീ വണ്ണം വെച്ചു, കവിള് ചാടി, വയറ് ചാടി എന്നൊക്കെ. അത് കേട്ടപ്പോൾ എൻ്റെ മനസ്സങ്ങ് തകർന്നു പോയി. ഫുഡ് കൺട്രോൾ മാത്രമല്ല കേട്ടോ ഇപ്പം ഞാൻ ചെയ്യുന്നത്. സൂംബയ്ക്കും ജോയിൻ ചെയ്തിട്ടുണ്ട്. നോക്കാം എത്ര മാസം ഓടും ഇതെന്ന്. ആദ്യം ഞാൻ വിചാരിച്ചത് സൂംബയും ഡയറ്റും പിന്നെ കൂടാതെ ഷുഗർ കട്ടും കൂടെ ചെയ്യാമെന്നാണ് കേട്ടോ. പക്ഷേ ഷുഗർ കട്ടും സുംബയും ഡയറ്റും എല്ലാം കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ എടുക്കാനും വെക്കാനും ഇല്ലാണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് ഷുഗർ കട്ട് ഞാനങ്ങ് ഒഴിവാക്കിയിട്ടുണ്ട്. ഞാനിതൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഇപ്പം ഫുള്ള് ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യാമെന്ന്. അങ്ങനെയൊന്നുമില്ല കേട്ടോ. രാത്രി മാത്രമേ ഫുഡ് കുറച്ചിട്ടുള്ളൂ. ഉച്ചയ്ക്കൊക്കെ ചോറ് നന്നായിട്ട് തന്നെ തട്ടുന്നുണ്ട്. ചോറ് കളഞ്ഞിട്ടുള്ളൊരു പണി നമുക്കില്ല. മഷ്റൂമിൻ്റെ കാര്യം പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, പെട്ടെന്ന് ചീത്തയായി പോകുന്ന സാധനമാണ്. അപ്പോൾ പിന്നെ വാങ്ങിയിട്ട് അന്ന് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതല്ലെങ്കിൽ പിറ്റേന്നെങ്കിലും ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഇത് ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല. 10 മിനിറ്റ് കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കുമ്പോൾ കിട്ടും. ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമില്ല ഈ ഒരു സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ആകെ വേണ്ടത് മഷ്റൂമും വെളുത്തുള്ളി, ഉള്ളി, പിന്നെ അത് കൂടാണ്ട് ഉപ്പ്, കുരുമുളക്, ഇത്രയേ ആവശ്യമുള്ളൂ. പിന്നെ വെള്ളം, അത് പിന്നെ നിർബന്ധമാണല്ലോ വെള്ളം ഒഴിക്കണം എന്നുള്ളത്. അത്രയേ ആവശ്യമുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന മഷ്റൂമിൻ്റെ ക്വാണ്ടിറ്റി ഒരു 250 ഒക്കെ ഉണ്ടാവും. ഒരു ഫുൾ പാക്കറ്റിൻ്റെ പകുതി. അത് കൂടാണ്ട് പിന്നെ വേണ്ടത് 2 അല്ലി വെളുത്തുള്ളി. എൻ്റെ വെളുത്തുള്ളിയുടെ അല്ലി കുറച്ച് വലുതാണ്, അതുകൊണ്ടാണ് 2 എണ്ണം എടുത്തിരിക്കുന്നത്. ചെറുതാണെങ്കിൽ ഒരു 4-5 എണ്ണമൊക്കെ എടുക്കാം. പിന്നെ അത് കൂടാണ്ട് ഒരു മീഡിയം സൈസ് ഉള്ളിയുടെ പകുതിയും കൂടെ എടുത്തിട്ടുണ്ട്. അതും നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം കേട്ടോ. നമ്മുടെ കുനുകുനാ അരി എന്നൊക്കെ പറയില്ലേ, അതുപോലെ. ഇഞ്ചിയും പച്ചമുളകും ഒന്നും ഇടരുത് കേട്ടോ. ഇതിനുള്ള എരിവ് എന്ന് വെച്ചാൽ കുരുമുളക് മാത്രമാണ്. എല്ലാം അരിഞ്ഞ് വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒലിവ് ഓയിൽ ഒഴിക്കണം നിർബന്ധമൊന്നുമില്ല, വെളിച്ചെണ്ണ ഒഴിച്ചാലും മതി. എൻ്റെ അടുത്ത് കുറച്ച് ഒലിവ് ഓയിൽ ബാക്കിയുണ്ട്. അതാണ് ഞാൻ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ അകത്തേക്ക് എടുത്തൊഴിച്ചത്. ഈ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് ഓയിലിൻ്റെ കൂടെ ബട്ടറും കൂടെ ആഡ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഞാനിപ്പോൾ തൽക്കാലം ബട്ടർ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ടേ ആഡ് ചെയ്യുള്ളൂ. ഈ എണ്ണ ചൂടായി വന്നിട്ടാകുമ്പം അതിൻ്റെ അകത്തേക്ക് വെളുത്തുള്ളി ഇട്ടിട്ട്, വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. ഉള്ളീൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകും കൂടെ ചേർത്തിട്ട് അതൊന്ന് ട്രാൻസ്പെറൻറ്റ് കളറാവില്ല, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. പിന്നെ വെളുത്തുള്ളി ഇട്ടിട്ടാവും അത് ബ്രൗൺ കളർ ആവരുത് കേട്ടോ. ബ്രൗൺ കളർ ആവുന്നതിന് മുന്നേ തന്നെ ഉള്ളി ഇട്ട് കൊടുക്കണേ. ബ്രൗൺ കളർ ആകുമ്പോൾ നമ്മൾ ഇത് മഷ്റൂമിന് വേറൊരു ടേസ്റ്റ് വരും. അതുകൊണ്ടാണ് ആ വെളുത്തുള്ളിയുടെ ആ ഒരു വെള്ള കളർ ഉണ്ടല്ലോ, ആ ഒരു സമയത്ത് തന്നെ ഉള്ളിയും കൂടെ ഇട്ടിട്ട് വഴറ്റിയെടുത്താൽ മതിയേ. ഉള്ളിയും കൂടെ ട്രാൻസ്പെറൻറ്റ് കളറായിട്ടാകുമ്പം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂമും കൂടെ ഇട്ട് കൊടുക്കുക. ഈ മഷ്റൂമിന് ഒരു സോഫ്റ്റ്നെസ് വരുമല്ലോ, ആ ഒരു സമയത്ത് ഞാൻ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ വെളിച്ചെണ്ണേൻ്റെ കൂടെ ബട്ടർ ചേർക്കുന്നതിന് കുഴപ്പമില്ല, ഇപ്പം ചേർത്താലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. മഷ്റൂം കുക്ക് ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ടും മഷ്റൂമിൻ്റെ അകത്ത് നിന്ന് വെള്ളം ഇറങ്ങും. ആ ഒരു വെള്ളം ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വേണം നമ്മൾ ഈ 1 കപ്പ് വെള്ളം കൂടെ ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. മഷ്റൂം ഇപ്പം തന്നെ ഒരു ഹാഫ് കുക്ക്ഡ് ആയിട്ടുണ്ടാവും. ഈ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ. വെന്തതിന് ശേഷം 1 ടീസ്പൂൺ കോൺഫ്ലോറും കൂടെ അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക.
ഈ കോൺഫ്ലവർ ചേർത്തിട്ടാകുമ്പം അത് കുറച്ചൊന്ന് ഡ്രൈ ആവും കേട്ടോ. അപ്പോൾ ഡ്രൈ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് എത്രത്തോളം വെള്ളം വേണോ ആവശ്യത്തിന് വെള്ളം കൂടെ അതിൻ്റെ അകത്തേക്ക് ഒഴിച്ച് കൊടുക്കണേ. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണേ ചേർക്കാം വേണ്ടേ വേണ്ട, അത്രയേ ഉള്ളൂ. ഇനി ഉണ്ടല്ലോ ഇത് നന്നായിട്ട് തണിയല്ലോ. തണിഞ്ഞതിന് ശേഷം ഇതിൻ്റെ അകത്ത് നിന്ന് പകുതി എടുത്തിട്ട് നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കണം. നല്ല പേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല സ്മൂത്തായിരിക്കണം, ഒരു തരി പോലും ഇല്ലാണ്ട് പേസ്റ്റാക്കി എടുക്കണേ. ഫുള്ളായിട്ട് പേസ്റ്റാക്കി എടുക്കുന്നവരും ഉണ്ട്, അതല്ലാണ്ട് ഹാഫായിട്ട് പേസ്റ്റാക്കി എടുക്കുന്നതും ഉണ്ട്. ഞാൻ ഹാഫ് പേസ്റ്റാണ് ഇവിടെ ഉണ്ടാക്കുന്നത് കേട്ടോ. അതല്ലെങ്കിൽ സൂപ്പ് കുടിക്കുമ്പോൾ നമുക്കൊരു എഫക്റ്റ് ഉണ്ടാവില്ല, ഒന്നും കടിക്കാൻ കിട്ടിയില്ലെങ്കിൽ എന്തോ ഒരു പോലെയല്ലേ. ഇനി നമുക്ക് ഈ ഒരു പേസ്റ്റ് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്നുണ്ടല്ലോ മഷ്റൂം കുറച്ച്, അതിൻ്റെ അകത്തേക്ക് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എനിക്ക് എരിവ് കറക്റ്റാണ്, അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ കുരുമുളകൊന്നും ചേർത്തിട്ടില്ല. എരിവ് കൂടുതൽ വേണ്ടവർക്ക് കുരുമുളക് കുറച്ചുകൂടെ ചേർക്കാം. ഇനിയിപ്പം നല്ലോണം ചൂടോടുകൂടെ തന്നെ കുടിക്കണമില്ലേ. സൂപ്പൊക്കെ തണിഞ്ഞു പോയാൽ പിന്നെ കുടിക്കാൻ ഒരു സുഖം ഉണ്ടാവില്ല. അത് ചൂടാക്കി കുടിച്ചാലും ആ ഒരു ഫ്രഷ്നെസ് ഉണ്ടാവില്ലല്ലോ സൂപ്പിന്. അപ്പോൾ പിന്നെ ചൂടോട് തന്നെ ഞാനങ്ങ് സെർവ് ചെയ്യാൻ പോവുകയാണേ. 2 ബൗളിൽ കറക്റ്റായിട്ട് ഞാൻ ആക്കുന്നുള്ളൂ കേട്ടോ. അവൾ ഉറപ്പായിട്ടും ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യുകയുള്ളൂ. മൂപ്പർക്ക് ഏറ്റവും ഇഷ്ടം ഹോട്ട് ആൻഡ് സോർ സൂപ്പാണ്. മഷ്റൂമും ടൊമാറ്റോ ഒന്നും അവൾക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനമാണ്. അതുകൊണ്ട് പിന്നെ അവൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യും, അത്ര മാത്രമേ ഉള്ളൂ. അതെനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ പിന്നെ വേറൊരു പാത്രം പിറക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വേറെ പാത്രത്തിലൊന്നും ആക്കിയിട്ടുമില്ല. അല്ലെങ്കിലും തണുപ്പത്തൊക്കെ സൂപ്പ് കുടിക്കാമെന്ന് പറഞ്ഞാൽ നല്ലൊരു സുഖമാണില്ലേ. എനിക്കിഷ്ടമാണ് പൊതുവേ സൂപ്പ് കുടിക്കാൻ വേണ്ടിയിട്ട്. അതും തണുപ്പാകുമ്പോൾ പിന്നെ കുറച്ചുകൂടെ ഒന്ന് ഇഷ്ടം കൂടുതലാണ്. നിങ്ങൾക്ക് അങ്ങനെയാണോ? ഞാനിത് സെർവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അകത്തേക്ക് എക്സ്ട്രാ ബട്ടറോ കുരുമുളകോ സോയാ സോസോ വിനീഗറോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ജസ്റ്റ് അങ്ങനെ തന്നെ സെർവ് ചെയ്യാണ്. ബട്ടറൊക്കെ ഞാൻ ഓൾറെഡി നന്നായിട്ട് ചേർത്തത് കൊണ്ടാണ് ബട്ടറൊന്നും ഈ ഒരു സമയത്ത് ഇടാത്തത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. ഓൾറെഡി ബട്ടറിൻ്റെ നല്ലൊരു ടേസ്റ്റ് ഈ സൂപ്പിനുണ്ട്. എന്തായാലും ബാംഗ്ലൂർ ഇപ്പം സൂപ്പ് കുടിക്കാനൊക്കെ പറ്റിയ നല്ല ക്ലൈമറ്റാണ് കേട്ടോ. രാവും പകലും ഇപ്പം നല്ല തണുപ്പാണ് കേട്ടോ. രാത്രിയൊക്കെ 12, 13 പോകുന്നുണ്ടെന്നാണ് കേട്ടത്. അറിഞ്ഞൂടാ, ഉറക്കത്ത് പിന്നെ നമ്മൾ അറിയില്ലല്ലോ. അപ്പോൾ എങ്ങനെ നിങ്ങളെല്ലാവരും ഈ ഒരു സൂപ്പ് ട്രൈ ചെയ്ത് നോക്കൂലേ? അത്രയ്ക്കും ടേസ്റ്റി ആട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഉറപ്പായിട്ടും എന്നോട് പറയണം എങ്ങനെയുണ്ട് എന്നുള്ളത്. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ സൈഡിലുള്ള ബെൽ ബട്ടൺ ഒന്ന് കുത്തി പൊട്ടിച്ചേക്കേ. എന്നാൽ ശരി കേട്ടോ, നമുക്ക് പിന്നെ കാണാം. ടാറ്റാ, ബൈ ബൈ.